എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 70-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ആശ്രമങ്ങൾ. ശ്രീപതി സത്പതി ഭൂതപതി ദൈവം ഭൂപതിയോടായി അരുൾ ചെയ്ത വർണ്ണങ്ങൾ പാരാതെ ആമോദപൂർവം ശ്രവിച്ചോരു വീരൻ നരപതി പാണ്ഡ്യാംശ സംഭവൻ ശ്രീഭൂതനാഥൻ്റെ പാതാരവിന്ദത്തിൽ പ്രീതനായി വീണു നമിക്കും ദശാന്തരെ. ഭൂരികാരുണ്യവാൻ ശ്രീഭൂതനാഥനും ഭൂപതിയോടായി അരുൾ ചെയ്തു. ലോകത്തിൽ ശോകജാലങ്ങൾ മറഞ്ഞുപോയിടിന രൂഢമോതാലുടൻ ആശ്രമമാർഗങ്ങൾ മൽപ്രിയ ഭക്തനാം പന്തള ഭൂവതേ ഉൾപ്പൂവിലാനന്ദമേറി വന്നിടുവാൻ ആശ്രമമാർഗങ്ങളും ഗ്രഹിക്കണമേ. ഈശ്വരൻ തൻ കടാക്ഷങ്ങളുണ്ടായി വരും വേദപാഠങ്ങളിൽ ജ്ഞാന നൈപുണ്യങ്ങൾ നേടുവാനായിടും ബ്രഹ്മചര്യാശ്രമം. ലൗകിക രാഗരോഗാദികൾ തീണ്ടാതെ ഓങ്കാരരൂപനെ ചിത്തെ ഉറപ്പിച്ച് കാമാദിയായ വിഷയകാര്യങ്ങളും ഭാമിനിമാരിലെ രാഗഭാവങ്ങളും ആകവേ മാനസതാരിങ്കലേറാതെ ധീമാനായി ജ്ഞാനത്തിനായിട്ട് ചിത്തത്തെ ഭാരമുറപ്പിച്ചു നിർത്തുന്ന കാലത്തെ സാരമായി ചൊല്ലുന്നു ബ്രഹ്മചാരിത്വമായി. ബ്രഹ്മചര്യാവൃതം 4 വിധങ്ങളിൽ നിർമ്മല ചേതസ കൽപ്പിച്ചു പോരുന്നു. ഗായത്രി പ്രജാപത്യ ബ്രഹ്മചര്യങ്ങളും വൈദിക നൈഷ്ഠിക ബ്രഹ്മചര്യങ്ങളും 4 വിധങ്ങളും പ്രഥമാശ്രമത്തിനെ കാലവേ ഭംഗ്യ പ്രകാശനം ചെയ്തിടും. രണ്ടാമതായുള്ള ആശ്രമം ഭൂപതയെ കൊണ്ടാടി വാഴ്ത്തും ഗൃഹസ്ഥാശ്രമമെന്നും. ബ്രഹ്മചര്യാവൃതം നേടിയ മാനവർ തങ്ങൾ തൻ ധർമ്മതാരങ്ങളോടൊത്തുടൻ മങ്ങാതെ ലോകോപകാരങ്ങൾ ചെയ്യുന്ന കർമ്മഘട്ടത്തിൻ ഗൃഹസ്ഥാശ്രമം വിഭോ. തന്നെ ചിത്ശക്തിയായുള്ള പത്നിയും താനുമായി സദ്ഭാവമാർന്നു കഴിയുമ്പോൾ ബ്രഹ്മവും ശക്തിയും ഒന്നുമായി മാറുന്ന ബ്രഹ്മസ്വരൂപിയായുള്ള മഹാശക്തി നന്മകൾക്കായിട്ടുദിച്ചു വാഴും പോലെ സന്മതികൾ ഗൃഹസ്ഥാശ്രമം കാണുന്നു. ബ്രഹ്മജ്ഞയായുള്ള ഭാമിനിയോടൊത്ത് സമ്മോദപൂർവമായി വംശവും പാലിച്ച് ഉണ്മയിൽ പാലനം പോഷണം ഇത്യാദി കർമാദികൾക്കായി വാഴുന്ന സമ്മോഹന ഘട്ടമാകും ഗൃഹസ്ഥാശ്രമം വിഭോ. ധർമ്മകർമ്മങ്ങൾ തൻ കാലവുമാണടോ. സമ്മോദചേതസ പത്നി സമേതനായി സൗഭാഗ്യകാലമാം ഗാർഹസ്യ ശേഷമായി അല്ലലുണ്ടാവാതങ്ങില്ലാതെ മേവുവാൻ ചെല്ലണം പുരുഷൻ നല്ല വനങ്ങളിൽ. സ്വർലോകനാഥനെ ധ്യാനിച്ചു നിത്യവും നല്ല ജനങ്ങൾക്ക് ശ്രീഭവിച്ചിടുവാൻ നല്ല പോലുള്ളത്തിൽ ചിന്തകൾ ചേർത്തുടൻ മെല്ലവേ അഷ്ടരാഗങ്ങളെ മായ്ക്കണം. അഷ്ടരാഗങ്ങളെ കൈവിട്ട് സത്വരം പുഷ്ടമോദേന തപസ വസിക്കുന്ന ഉത്കൃഷ്ടകാലത്തെ അല്ലയോ ചൊല്ലുന്ന സ്വസ്ഥമാം വാനപ്രസ്ഥമെന്ന നാമത്തിൽ. കാമങ്ങളെല്ലാം ത്യജിച്ചു മനസ്സിങ്കൽ ആമോദമായി പൂർണ്ണ ബ്രഹ്മം നിറയ്ക്കുമ്പോൾ സർവദാ ഓമെന്ന രൂപത്തിൽ തോന്നിടം സർവൈക സൗഖ്യവും വന്നു ഭവിച്ചിടം. സമ്പൂർണ്ണ രൂപിയാം പഞ്ചഭൂതേശനിൽ നിർവാണ താത്പര്യമോദേനമേവുമ്പോൾ സർവ്വതും നിർവാണ ബ്രഹ്മേ ലയിച്ചിടും. സർവത്ര സദ്ഗുരുവാശിഷമേകിടും പിണ്ടാണ്ട ബ്രഹ്മാണ്ട സമ്മേളനങ്ങളെന്നും വ്യാജമോടുടൻ സംഭവിച്ചിടുമേ. ഇങ്ങനെ സർവ്വതുമേകമാത്യാജ്യമായി ദൈവിക ഭാവേന കൈവരും കാലത്തെ ദൈവിക ദിവ്യത്വമുള്ള മഹത്വക്കൾ നല്ലതാം സന്യാസം എന്നായി ഓതുന്നു. നാലാശ്രമങ്ങളിൽ നാലാമതായത് പാലിക്കുവാൻ പണിയേറ്റം കലിതന്നിൽ. നാലാശ്രമങ്ങളിൽ നല്ലതായി വേദങ്ങൾ ചാലവേ ചൊല്ലും ഗൃഹസ്ഥാശ്രമത്തിനെ. ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥകാരനും സന്യാസിയായുള്ള സർവ്വനിസംഗനും വേണ്ടും പ്രകാരത്തിൽ സേവകൾ ചെയ്യുവാൻ സംഗതിയാവും ഗൃഹസ്ഥാശ്രമിക്കുടൻ. തന്നെയോ ഇക്കലികാലത്ത് ധ്യാനവും സന്യാസി കർമ്മങ്ങളായുള്ളവകളും ഭംഗിയായി അനുഷ്ഠിച്ചു പോരുവാൻ ക്ലേശങ്ങൾ നന്നായി അനുഭവിക്കണം മനുജന്മാർ. ലുപ്തചേതസ ഒരുവനിവകളെ ഒത്തുചേർത്തിടാൻ ശ്രമിക്കുക. നാശങ്ങൾ ഒത്തുചേർന്നിടും ഭവിക്കും നരകങ്ങൾ ഓർക്കയിലാർക്കുമേ ഗാർഹസ്യ മഹത്വമാം. മർത്യരോ ജന്തുവർഗങ്ങൾ ഖഗങ്ങളോ ഭക്ഷണം യാചിച്ച് വന്നണഞ്ഞിടുമ്പോൾ ഭക്ഷണപാനീയം എന്നിവ ഏകുവാൻ പറ്റുമോ സംഗതി ഗൃഹസ്ഥാശ്രമിക്കന്നേ. മറ്റുള്ളവർക്കൊന്നും അന്നദാനത്തിനായി കൊറ്റുകളെന്നേ വസിക്കുന്ന മൂലവും അന്നദാനത്തിൽ പരമായി മറ്റൊന്ന് നന്മയ്ക്കായി ഭൂമിയിലില്ലാത്ത മൂലവും. അന്നദാനങ്ങൾ നിനയ്ക്കും ഗൃഹസ്ഥനെ ധന്യധന്യനെന്ന് ചൊല്ലും വിവിധന്മാർ. അന്നദാനം മുതാ എന്നുടെ ഭക്തർക്ക് എന്നുടെ സന്നിധാനങ്ങളിലേക്കായിൽ കോടാനുകോടിയായി വിത്തമുണ്ടാകിലും കേടായി വരും ചില കാര്യങ്ങൾ ഭൂപതേ. മറ്റുള്ള ദാനങ്ങൾ കോടിയായി ചെയ്യലും പറ്റിടും സംഘങ്ങളൊക്കെ മനസ്സിങ്കൽ. മുറ്റുമേ അന്നത്തെ കീടുകിൽ നിരത്തരായി സന്തോഷചിത്തരായി തീർന്നിടും അന്നദാന പ്രഭുവാം എൻ്റെ അനുഗ്രഹം സംഗതിയാവാനൊരു തിരക്കെളുപ്പമായി.
അന്നദാനത്താലെ സാധ്യമായി വന്നിടും മന്നവാസത്കാര്യ വാഹക ചൊല്ലിടം. ആശ്രമധർമ്മങ്ങൾ ഇങ്ങനെ ഓതുകയിൽ ആർക്കുമേ പാലിപ്പതിനും പണി തന്നെ. ആകയാൽ ആശ്രമധർമ്മം ചുരുക്കി ഞാൻ ഓതിയെന്നേ ഉള്ളൂ. പന്തള പുങ്കവ പ്രാണികൾക്കേറ്റം പ്രിയമായ അന്നങ്ങൾ ശോണീതലേ കൃഷി ചെയ്യണം മാനവർ. ശോണീതലേ കൃഷി എന്നേ വസിക്കയിൽ ക്ഷീണങ്ങളേറിയിടും പ്രാണൻ വലഞ്ഞു പോം. ആടലിനെ ഭൂവിജാതരായുള്ളവർ കാടുകൾക്കാകല കർമ്മം നിനപ്പത്. ആകയാൽ സത്കർമ്മജാലങ്ങൾ ഓരാതെ മേവുന്നവർ കഷ്ടകാരികൾ നിർണയം. സത്കർമ്മശീലം ഒഴുത്തു വന്നിടുമ്പോൾ നിഷ്കാമകർമ്മികളായിടും മാനവർ. നിഷ്കാമകർമ്മങ്ങളിൽ ചരിച്ചിടുമ്പോൾ നിശ്ചയം ബ്രഹ്മത്തിൽ എത്തി രമിച്ചിടാൻ ചിത്തത്തെ ബ്രഹ്മത്തിൽ എത്തിപ്പതിനുമായി. നിഷ്കാമകർമ്മമെന്നേ ഇല്ല മറ്റൊന്നും. ചിത്തവും ബ്രഹ്മവും ഒന്നായി മേവുമ്പോൾ ചത്തുപോയിടും നിലവകൾ മറഞ്ഞുപോവും. ജന്മങ്ങൾ മാഞ്ഞുപോവും മായകൾ മാഞ്ഞുപോവും. ബ്രഹ്മേ ലയിച്ചു വാഴാനും ചിത്രം വരും. ചത്തുപോയിടും നിലവകൾ മാഞ്ഞുപോവും ജന്മങ്ങൾ മാഞ്ഞുപോവും മായകൾ മാഞ്ഞുപോവും. ബ്രഹ്മേ ലയിച്ചു വാഴാനും ചിതം വരും. കലിതൻ കരങ്ങളും ഖണ്ഡിച്ചു പോയിടും അലതല്ലിയോളമായി എത്തുമാനന്ദങ്ങൾ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.